ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി ക്യാൻ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം 10th ലെവലിൽ വരുന്ന എക്സാമാണ്. അതിൻ്റെ സിലബസ് പറഞ്ഞാൽ 50 മാർക്കിൻ്റെ GK പാർട്ടും 50 മാർക്കിൻ്റെ ട്രേഡ്, അതായത് ഡ്രൈവിങ്ങുമായിട്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടുമാണ് ഇതിനകത്തുള്ളത് 50 മാർക്കിന്. അപ്പം നേരത്തെ ഇതിന് പണ്ടുള്ള പരീക്ഷകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മാർക്കിൻ്റെ സിലബസ് വ്യക്തമായിട്ട് തന്നിരിക്കത്തില്ല. സിലബസിൽ 50 മാർക്കിൻ്റെ ഡ്രൈവിംഗ് പാർട്ടെന്ന് മാത്രമേ കാണത്തുള്ളൂ. വ്യക്തമായിട്ട് ഓരോ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് സിലബസിൽ തന്നിട്ടില്ല. അത് അതിനകത്ത് നോർമലി ചോദിക്കുന്നത് നമ്മുടെ എൻജിൻ ഭാഗത്തുനിന്നും അതേപോലെ വണ്ടികളുടെ കാര്യങ്ങളും കുറച്ച് ബേസിക് ചോദ്യങ്ങളും പിന്നെ റെഗുലേഷനിൽ നിന്നുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ തവണ തൊട്ട് +2 ലെവൽ എക്സാമിന് ഈ സെയിം സിലബസ് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ മുതൽ പോലീസ്, ഫയർമാൻ പോലുള്ള +2 ലെവൽ ഡ്രൈവർ എക്സാമുകളുടെ സിലബസിന് മാറ്റം വരുത്തി. അപ്പോൾ അതിനകത്ത് 30 മാർക്കിൻ്റെ ഡ്രൈവിംഗ് പാർട്ട്, ആ ഡ്രൈവിംഗ് പാർട്ട് കൃത്യമായ സിലബസുകൾ തന്നിട്ടുണ്ട്. പഠിക്കേണ്ടത് എന്നതാണ് KMVR, CMVR, മോട്ടോർ വെഹിക്കിൾ റൂള്, മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മൊഡ്യൂൾ തിരിച്ച് 6 മൊഡ്യൂളായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം വന്ന 10th ലെവൽ എക്സാം, അതായത് ഈ 2024 പരീക്ഷ നടന്ന ഡ്രൈവർ ഗ്രേഡ് 2, അതേപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരുന്നു. ഈ ഒരു എക്സാമാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണുന്ന നിങ്ങളുടെ ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഴയ മോഡലല്ല. അതായത് ഈ ഒരു ട്രേഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരു 90% ചോദ്യങ്ങളും +2 ലെവലിൽ തന്നിരിക്കുന്ന ആ സിലബസ് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് 90% ചോദ്യങ്ങളും ചോദിച്ചിരുന്നത്. അതായത് പഴയ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി, പഴയ പാറ്റേണിൽ നമ്മുടെ സിഗ്നലുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് ബേസ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി എൻജിനിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ലാതെ ബാക്കി ഫുള്ള് പാർട്ടുകളും ഈ ഒരു പുതിയ +2 സിലബസിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള 10th ലെവൽ പരീക്ഷകളിലും ഈ +2 സിലബസിൽ നിന്നുള്ള ഡ്രൈവർ പാർട്ടാണ് കയറി വരാനായിട്ടുള്ള സാധ്യത. പക്ഷേ GK പാർട്ട് അങ്ങനെയല്ല. GK പാർട്ട് LGS ലെവലിൽ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു ബേസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഡ്രൈവർ പാർട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും അവസാനം നടന്ന 10th ലെവൽ ഡ്രൈവർ എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ഡ്രൈവർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്പനി കോർപ്പറേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് 249 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് റെക്കോർഡഡ് ക്ലാസ്സാണ്, വീഡിയോ ക്ലാസ്സാണ്. ആ ക്ലാസ് നമുക്കിപ്പോൾ ഈ പറയുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും ഒരു ലിങ്ക് കൊടുത്തേക്കാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്, 59ാമത്തെ ചോദ്യം തൊട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഫൈനൽ ആൻസർ കീ വെച്ച് തന്നെയുള്ള ആൻസേഴ്സാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1200 കിലോ അൺലാഡഡ് വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗം വാഹനത്തിൽ വരും? നല്ലൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 12,000 കിലോ അൺലാഡഡ് ഭാരമുള്ള, അതായത് 12,000 എന്ന് പറയുന്ന ഒരു ബോർഡറാണ്. 12,000 താഴെയുള്ളത് മീഡിയം വാഹനങ്ങളും 12,000 മുകളിലുള്ളത് ഈ ഹെവി വാഹനങ്ങളുമാണ് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ 12,000 വരെ അൺലാഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞ റോഡ് റോളർ, ഈ ഒരു സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് മീഡിയം ഗുഡ്സ് വാഹനങ്ങൾ എന്ന കാറ്റഗറിയിലല്ല, ഹെവി ഗുഡ് വാഹനങ്ങളിലാണ്. അതായത് 12,000 കിലോ അൺലാഡഡ് വെയിറ്റിൽ കൂടുതലുള്ള റോഡ് റോളറുകളും ഹെവി ഗുഡ്സ് വാഹനങ്ങളുടെ ഇതിൽ വരുമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 12,000 കിലോ അൺലാഡഡ് വെയിറ്റുള്ള റോഡ് റോളർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹെവി ഗുഡ് വാഹനം മാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ 12,000 കിലോയിൽ കൂടുതൽ ഉള്ള അൺലാഡഡ് വെയിറ്റുള്ള വാഹനങ്ങളാണ് റോഡ് റോളറുകളാണ്
ഹെവി ഗുഡ്സ് വാഹനത്തിൽ വരുന്നത്. ഇത് 12,000 കിലോ എന്ന് പറയുമ്പോഴത്തേന് മീഡിയത്തിലോട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അതെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു പോർഷനായിരുന്നു. നമ്മുടെ നിയമത്തിൽ തന്നിരിക്കുന്നത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അത് നോക്കി പഠിച്ചവർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ സെയിം +2 സിലബസിൽ തന്നിരിക്കുന്ന ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നൊരു ഭാഗമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനും ആ സെയിം ഭാഗത്തു നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. വാഹനത്തിൻ്റെ കാറ്റഗറി വരുന്നതാണ്. ചരക്ക് കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോയ്ക്ക് മുകളിലുമുള്ള വാഹനങ്ങൾ ഏത് കാറ്റഗറി വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ വരുന്നു? അപ്പം നമുക്കറിയാം എം എന്ന് പറയുന്ന വാഹനങ്ങൾ, എം കാറ്റഗറി ആൾക്കാരെ കയറ്റുന്ന വാഹനങ്ങളാണ്. എൻ കാറ്റഗറി ഈ പറയുന്ന പോലെ ചരക്ക് കയറ്റുന്ന വാഹനങ്ങളാണ്. പിന്നെ ഉള്ളത് ടി കാറ്റഗറിയാണ്, ട്രെയിലർ വാഹനമാണ്. അപ്പം ചരക്ക് കയറ്റുന്നതാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നെ എമ്മും M1 M3യും M2 യാത്രക്കാരെ കയറ്റുന്ന വാഹനമാണ്, അതല്ല. പിന്നെ N2 N3 നമുക്കവിടെ നിർവചനത്തിൽ പഠിക്കാനുണ്ട്. 12,000 കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? N3 കാറ്റഗറിയിലാണ് വരുന്നത്. അതും +2 ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അടുത്തത് അപകട സാധ്യത നിറഞ്ഞ ചരക്ക്, അതായത് ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങൾ, നമ്മുടെ പെട്രോളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ആ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി, ഹസാഡസ് ലൈസൻസിൻ്റെ കാലാവധി എത്രയാണെന്നോ അതും നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യനാണ്. പഴയ സിലബസിലും ചോദിക്കാറുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് പുതിയ സിലബസിലും ഈ ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം. സാധാരണ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ലൈസൻസ് 5 വർഷവും അല്ലാതെയുള്ള ലൈസൻസിന് നമ്മുടെ പ്രായത്തിൻ്റെ അനുസരിച്ച്, നമ്മൾ ലൈസൻസ് എടുക്കുന്ന പ്രായം അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പുതിയ സിലബസിൽ പഠിക്കാനായിട്ടുണ്ട്. അതും പുതിയ സിലബസ് തന്നെയായിട്ട് നമുക്ക് കൂട്ടാം. ഇനി അടുത്ത് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. നമുക്ക് അതിനകത്ത് നിയമങ്ങളും കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷകളും പഠിക്കാനുണ്ട്. ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുക വലിക്കുക. പബ്ലിക് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ കയറ്റി പോകുന്ന വാഹനങ്ങൾ, ബസ് പോലത്തെയുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പുക വലിച്ചാൽ നമ്മുടെ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്നതാണ്. വാഹനം മോഷ്ടിച്ചയാളുടെ അയോഗ്യത കൽപ്പിക്കാവുന്നതാണ്. ഗുഡ്സ് വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റിയാൽ പിഴയുണ്ട്. അതേപോലെ തന്നെ ആവർത്തിച്ച ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും പുതിയ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത് KMVR എന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. കേരള മോട്ടോർ വെഹിക്കിൾ റൂളിനകത്ത് അതിനകത്ത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം. അതിനകത്ത് നമുക്ക് കുറച്ച് ലൈസൻസിങ് അതോറിറ്റികളെ പറ്റി പഠിക്കാനുണ്ട്. അതിനകത്ത് വരുന്നതാണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി. അപ്പോൾ അവരുടെ അധികാരം എന്താണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ലൈസൻസ് പുതുക്കി നൽകുക, മോട്ടോർ സൈക്കിളിന് ലൈസൻസ് നൽകുക, അതൊന്നും ചെയ്യാനായിട്ട് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിക്ക് സാധിക്കില്ല. അതായത് AMVIക്ക് സാധിക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ പബ്ലിക് സർവീസ് വാഹനത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. നമുക്ക് പുതിയ സിലബസ് അനുസരിച്ചുള്ളതാണ്. മോട്ടോർ ക്യാബ്, അതായത് കാറ് പോലുള്ള വാഹനങ്ങളാണ് മോട്ടോർ ക്യാബ്. പിന്നെ മാക്സി ക്യാബ്, അതും ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ സ്റ്റേജ് കാരിയേജ് നമ്മുടെ ഈ ബസ് നമ്മളെ യാത്രക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലോട്ട് കൊണ്ടുപോകണം ബസ് പോലെയുള്ള വാഹനങ്ങൾ. അത് പബ്ലിക് സർവീസ്, അതായത് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങൾ. അതായത് അത് ഈ പറഞ്ഞിരിക്കുന്ന അതിൽ വരുന്ന വാഹനങ്ങൾ. മോട്ടോർ ക്യാബ് ആളെ കയറ്റുന്നതാണ്, മാക്സി ക്യാബ് ആളെ കയറ്റുന്നതാണ്, സ്റ്റേജ് കാരിയേജ് അതായത് ബസ്സും ആളെ കയറ്റുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം പബ്ലിക് സർവീസ് വാഹനം എന്ന കാറ്റഗറി വരും. പുതിയ സിലബസ് അനുസരിച്ചാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനങ്ങൾ. പുതിയ സിലബസിൽ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം 2ാമത്തെ മൊഡ്യൂളിലുണ്ട്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യന്. പെർമിറ്റ് ആവശ്യമുള്ള വാഹനം ഏതാണ്? ആംബുലൻസിന് പെർമിറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. 300 കിലോയ്ക്ക് മുകളിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അതായത് GVW വാഹനത്തിൻ്റെ വെയിറ്റ് ഇല്ലാത്ത ഗുഡ്സ് വാഹനങ്ങൾക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി കാലിയായി പോകുന്ന ട്രാൻസ്പോർട്ട് വാഹനമാണ്. പക്ഷേ ആൾക്കാരെ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനമാണോ? അല്ല. ഈ വണ്ടിയുടെ നമ്മുടെ ഈ മൊബൈൽ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനായിട്ട് കാലിയായിട്ട് പോകുന്ന ഒരു വാഹനമാണ്. അതിനെന്ത് വേണ്ട? പെർമിറ്റ് വേണ്ട. ഇനി അടുത്തത് പ്രൈവറ്റ് സർവീസ് വാഹനം. എല്ലാവരും ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധനം, ഈ ട്രാൻസ്പോർട്ട് വാഹനം എന്ന് കാണുമ്പം ഇതൊരു പെർമിറ്റ് ആവശ്യമുള്ള വാഹനമാണെന്ന് തോന്നും.
പക്ഷേ പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് തോന്നും പ്രൈവറ്റ് വാഹനത്തിന് പെർമിറ്റ് വേണ്ട എന്നും തോന്നും. പക്ഷേ ഇത് പ്രൈവറ്റ് വാഹനമല്ല, പ്രൈവറ്റ് സർവീസ് വാഹനമാണ്. പ്രൈവറ്റ് സർവീസ് എന്ന വാഹനം നമ്മൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനമല്ല. ഇപ്പം പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറയുന്നത് മഞ്ഞ നമ്പർ പ്ലേറ്റ് വരുന്ന ചില ബസ്സുകളാണ്. ഇപ്പം ചില വലിയ തുണിക്കടകളോ അല്ലെങ്കിൽ ജുവലറികളോ, അപ്പോൾ അതിലോട്ടുള്ള സ്റ്റാഫുകൾ അല്ല ഹോസ്പിറ്റലിലോട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോട്ടുള്ള സ്റ്റാഫുകളെയൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് അവർ പ്രൈവറ്റായിട്ടൊരു സർവീസ് നടത്താറുണ്ട് അല്ല. ബസ് രാവിലെ പോയി ആൾക്കാരെ കൊണ്ടുപോകണം, വൈകുന്നേരം തിരിച്ചാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാഹനമാണ് ഈ പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു വാഹനത്തിന് ഈ പറയുന്ന പോലെ പെർമിറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം പ്രൈവറ്റ് സർവീസ് വാഹനമാണ്. ഇനി അടുത്തത് ഇ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കാലാവധി. ഇ റിക്ഷ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് കാലാവധി പുതിയ സിലബസാണ്. നമ്മുടെ വാഹനങ്ങളുടെ എല്ലാ ഫിറ്റ്നസ് കാലാവധി പഠിക്കാനായിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 വർഷമാണ് ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് കാലാവധി. ഇനി അടുത്തത് ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി എത്രയാണെന്നാണ് പറയുന്നത്. അതായത് പെർമിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ടെമ്പററി പെർമിറ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ടെമ്പററി പെർമിറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്നതല്ല, അത് ടെമ്പററി രജിസ്ട്രേഷനാണ്. ഇത് ടെമ്പററി പെർമിറ്റാണ്. ടെമ്പററി പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ഉത്സവങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും കൾച്ചറലായിട്ടുള്ള പരിപാടികളോ ഒക്കെ നടക്കുമ്പം അങ്ങോട്ട് കൂടുതൽ ആളുകൾ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ചിലപ്പം ബസ്സുകളാകാം അല്ലെങ്കിൽ ഗുഡ്സ് വാഹനങ്ങളാകാം. അവർക്കൊക്കെ ഇപ്പോൾ ശബരിമല സീസൺ ആയാൽ അങ്ങോട്ട് കുറേ വാഹനങ്ങളുടെ ആവശ്യം വരുമ്പോഴത്തേനും അങ്ങോട്ട് ഈ ഒരു വാഹനങ്ങൾക്ക് എന്ത് കൊടുക്കും? ടെമ്പററി പെർമിറ്റ് നൽകും. അപ്പോൾ അതിൻ്റെ മാക്സിമം കാലാവധി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണയായിട്ട് 4 മാസത്തേക്കാണ് ടെമ്പററി പെർമിറ്റ് കൊടുക്കുന്നത്. 4 മാസം സാധാരണഗതിയിൽ 4 മാസത്തേക്കാണ്. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടോ, പരമാവധി കാലാവധി എത്ര കാലത്തേക്ക്? 4 മാസം വരെയാണ് നൽകുന്നതെങ്കിലും ചില സ്പെഷ്യൽ സന്ദർഭങ്ങളിൽ അത് 1 വർഷം വരെ നീട്ടിക്കൊടുക്കാറുണ്ട്. അപ്പം മാക്സിമം 1 വർഷം വരെ കൊടുക്കാം. സാധാരണ 4 മാസമാണ് ഈ ടെമ്പററി പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത് ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉചിതമായ ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റത്തിൽ ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം, അതായത് നമ്മുടെ ഈ കാറിലൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേന് അപ്പോൾ അവർക്ക് സീറ്റ് ബെൽറ്റ് ഇടുകയല്ല. അതായത് അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം കണ്ടിട്ട് കാണുമല്ലോ. പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇച്ചിരി ഒരു സീറ്റിലോട്ട് ഇത് ടൈ ചെയ്ത് വെക്കുക, എന്നിട്ട് അതിലോട്ടാണ് പിള്ളേരെ ഇരുത്തിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അപ്പോൾ അത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം, അത് നമ്മുടെ CMVR റൂളിൽ പറയുന്നുണ്ട്. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ പിടിപ്പിക്കേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് സേഫ്റ്റി ഹാർനസ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇരുചക്ര വാഹനങ്ങളിൽ ചെറിയ കുട്ടികൾ 9 മാസത്തിൽ കൂടുതലും 4 മാസത്തിൽ താഴെയും പ്രായമുള്ള കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ബോഡിയിലോട്ട് ടൈ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു വെസ്റ്റ് പോലത്തെ ഒരു സാധനമാണ് സേഫ്റ്റി ഹാർനസ്. അത് ഉപയോഗിക്കുന്നത് 9 മാസം മുതൽ 4 വർഷം വരെയുള്ള ഒരു കുട്ടികൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഇതും പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ റെഗുലേഷനിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നോക്കാം. തൻ്റെ വാഹനം ഇടത്തേക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ തൻ്റെ വാഹനം ഇടതുവശത്തേക്കുള്ള ഒരു റോഡിലോട്ട് തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഓപ്ഷൻസ് നോക്കാം. സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. ചെയ്യാത്തത് ഏതാണ്? അതായത് സ്ലിപ്പ് ലൈനിൽ കൂടെ ഓടിക്കരുതെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, അത് ചെയ്യരുതാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം ഇപ്പോൾ ഇടത്തോട്ട് തിരിയാനായിട്ടൊരു സ്ലിപ്പ് ലൈൻ ഉണ്ടെങ്കിൽ ആ സ്ലിപ്പ് ലൈനിലൂടെ വേണം വാഹനം ഇടത്തോട്ട് തിരിക്കാനായിട്ട്. സ്ലിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റോട്ടിൽ കൂടെ, നമ്മൾ ഫിഗറൊന്നും കൊള്ളത്തില്ല, ഇതിപ്പോൾ ഒരു റോഡാണ്. നമ്മുടെ വാഹനം ഈ റോട്ടിൽ നിന്ന്
ഇങ്ങോട്ട് പോകാനായിട്ട്, ഈ റോഡിലോട്ട് കയറി ഇടത്തോട്ട് തിരിയാനായിട്ടാണ്. അപ്പം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നേരെ പോയി തിരിയുന്നതിന് പകരം ഇങ്ങനെ ഒരു റോഡ്, ഒരു സബ് റോഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ആ റോഡിലോട്ട് കയറാനായിട്ട്. ഇതിനെയാണ് സ്ലിപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വഴി ഈസി ആയിട്ട് നേരെ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ 90 ഡിഗ്രി തിരിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള സ്ലിപ്പ് റോഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ലിപ്പ് റോഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൂടെയാണ് ഇടത്തോട്ട് തിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് തെറ്റാണ്, ഇത് ചെയ്യരുതാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഉത്തരവായിട്ടും വരുന്നത്. അപ്പോൾ അതും പുതിയ സിലബസ് അനുസരിച്ച്, ഇത് പഴയ സിലബസിലും റെഗുലേഷൻസ് ചോദിക്കാറുണ്ട്, പക്ഷേ ഇത്രയും ഇതായിട്ട് ചോദിക്കാറില്ല, എങ്കിലും അത് പഴയ സിലബസിലും ചോദിക്കുന്നതാണ്. ഈ 62ാമത്തെ ക്വസ്റ്റിന് അത് ഒരു ഇറർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. അതുകൊണ്ട് നമുക്കത് കൺഫ്യൂഷൻ ആക്കണ്ട, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 63ാമത്തെ ക്വസ്റ്റ്യൻ, പെഡസ്ട്രിയൽ ക്രോസിങ്ങിലും അതിന് മുമ്പുള്ള ഡാഷ് മീറ്ററിലും വാഹനം നിർത്തില്ല. അതായത് പെഡസ്ട്രിയൽ ക്രോസിങ് നമുക്കറിയാം അല്ലേ, സീബ്ര ക്രോസിംഗ് ആണ് പെഡസ്ട്രിയൽ ക്രോസിങ്. ഇങ്ങനെ റോഡിൻ്റെ ഫ്രണ്ട് വരച്ചിരിക്കുന്ന സീബ്ര ക്രോസിംഗ് ആണ് പെഡസ്ട്രിയൽ ക്രോസിങ്. ആ ക്രോസിന് മുന്നിൽ ഇങ്ങനെ നമുക്കൊരു സ്റ്റോപ്പ് ലൈൻ ഉണ്ടല്ലേ, അപ്പം ഇങ്ങനെ സ്റ്റോപ്പ് ലൈനും വരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ പെഡസ്ട്രിയൽ ക്രോസിങ്ങിന് മുമ്പിൽ എത്ര മീറ്റർ മുമ്പിലാണ് വാഹനം നിർത്തരുതാത്തത്, എത്ര മീറ്ററിൽ ഉള്ളിലാണ് വാഹനം നിർത്തരുതാത്തത്? അതായത് 5 മീറ്റർ. അതിനോട് നമ്മളൊരു പെഡസ്ട്രിയൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിനോട് 5 മീറ്റർ അകലം, ഈ ലൈൻ 5 മീറ്റർ അകലത്തിലായിരിക്കും. ഈ ഒരു 5 മീറ്റർ അകലം മിനിമം പാലിക്കണം. അതല്ലാതെ അതിൻ്റെ അടുത്തോട്ട് കയറ്റി നമുക്ക് വണ്ടി നിർത്താനായിട്ട് പാടില്ല. ഒരു പെഡസ്ട്രിയൽ ക്രോസിംഗ് ഉണ്ട്, അതിലൂടെ ആൾ കിടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ക്രോസിൻ്റെ അവിടെ, ഈ സ്റ്റോപ്പ് ലൈൻ്റെ അവിടെ വന്നാൽ മതി. അത് ഏകദേശം 5 മീറ്റർ ആയിരിക്കും. ഇനി അടുത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ, ഇതും ഈ പറയുന്ന നമ്മുടെ റെഗുലേഷൻസിൽ വരും. റെഗുലേഷൻസ് 2018 18 19 കൺഫ്യൂഷൻ ഉണ്ട്, മറന്നുപോയി. അടുത്തത്, മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴത്തുക. അതായത് മദ്യപിച്ച് ഒരാൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പിഴ എത്രയാണ്? 10,000 രൂപ. നമുക്ക് കുറ്റകൃത്യ ശിക്ഷകളും പഠിക്കാനായിട്ടുണ്ട് പുതിയ സിലബസിൽ, അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഇനി അടുത്തത്, വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിന് പിഴ. ഇത് സെയിം ഈ ഒരു ഏരിയ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കുറ്റകൃത്യങ്ങളും ശിക്ഷകളും അതിനകത്ത് വരുന്നതാണ്. അതിനകത്തും 1000 രൂപയാണ്, മറ്റേത് 10,000 രൂപയാണ്, ഇത് 1000 രൂപയാണ് ശിക്ഷ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടർ മോട്ടർ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അതായത് സ്റ്റാർട്ടർ മോട്ടർ എഞ്ചിൻ്റെ ഏത് ഭാഗത്താണ് കറക്കുന്നത് എന്ന്. ഇതൊരു പഴയ സിലബസ് അനുസരിച്ച്, പുതിയ സിലബസിൽ എഞ്ചിനെ പറ്റി പറയുന്നില്ല, എഞ്ചിൻ ഭാഗങ്ങളെ പറ്റി പഠിക്കാനായിട്ട് പറയുന്നില്ല. പക്ഷേ പഴയ സിലബസിലുള്ള ഒരു ഭാഗമാണ് ഫ്ലൈ വീൽ. ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് 16 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്ന് പഴയ സിലബസിൽ നിന്ന് ഒരെണ്ണം വന്നു, ബാക്കിയെല്ലാം പുതിയ സിലബസിൽ നിന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഫ്ലൈ വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതും പഴയ സിലബസ് അനുസരിച്ച്, അതായത് ക്ലച്ച് ഡിസ്ക്കാണ് അതിൻ്റെ ഉത്തരം. ഇതും പഴയ സിലബസ് അനുസരിച്ച് എഞ്ചിൻ്റെ ബേസിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻ എഞ്ചിൻ്റെ ബേസിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും പുതിയ സിലബസിലും വരുന്ന ഒരു ഭാഗമാണ്, അതേപോലെ തന്നെ പഴയ സിലബസിലും വരുന്ന ഒരു ഭാഗമാണ്. വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു സംഭവം എന്തെങ്കിലും ഫ്രണ്ടിലൊരു പെട്ടെന്നൊരു അപകടം എല്ലാം കണ്ട് നമുക്കതൊരു തീരുമാനമെടുത്ത് കാൽ നമ്മുടെ ബ്രേക്ക് വരെ എത്താനായിട്ട്, നമ്മുടെ ആക്സിലറേറ്ററിലായിരിക്കും ചിലപ്പം ആ ഒരു കാല് ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തിൽ എന്താണ് പറയുന്നത്? അത് റിയാക്ഷൻ ടൈം. നമുക്കിതിനകത്ത് റിയാക്ഷൻ ടൈം, സ്റ്റോപ്പിംഗ് ടൈമും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. 2 ടേംസ് ഉണ്ട്. അത് പഴയ സിലബസിൽ ചോദിക്കാറുള്ളതാണ്, പുതിയ സിലബസിലും ആ ഒരു ഭാഗം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത് റോഡ് യൂസർ. ഇതും പുതിയ സിലബസിൽ വരുന്നതാണ്. റോഡ് യൂസർ എന്ന് പറഞ്ഞാൽ അത് നിർവചനം, ഡെഫിനിഷൻ സെക്ഷനുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ കുറേ ഡെഫിനിഷനുകളാണ്. നമ്മുടെ നിയമത്തിന്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ നിയമമുണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട്, MV ആക്ട് എന്ന് പറയും. ആ ആക്ടിൻ്റെ, അല്ലെങ്കിൽ ഏത് ആക്ട് ആണെങ്കിലും അതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിർവചനങ്ങളായിരിക്കും. അതായത് ഡെഫിനിഷൻ. അതിനകത്ത് പറഞ്ഞ കാൽനടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ്,
അങ്ങനെ ഓരോ കാര്യങ്ങളും. ക്യാരിയേജ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എല്ലാം ഇങ്ങനെ ഡെഫിനിഷനായിട്ട് രണ്ടാമത്തെ സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ഭാഗമാണ് റോഡ് യൂസർ എന്ന വാക്ക്. റോഡ് യൂസർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അതിനകത്ത് നിർവചിച്ചിട്ടുണ്ട്. അതാരാണെന്നാണ് ചോദിക്കുന്നത്. അതൊരു ഡ്രൈവറാകാം, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാകാം, കാൽനടക്കാരനാകാം, ആര് വേണേലും ആകാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം. റോഡ് യൂസർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവർ. റോഡ് ഉപഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡ്രൈവറാകാം. ഡ്രൈവർക്ക് മാത്രമാണോ? അല്ല, ആ വാഹനത്തിൽ ഇരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ആ റോട്ടിൽ കൂടെ നടക്കുന്നവരാകാം. ഇവരെല്ലാം എന്താണ്? റോഡ് യൂസർ എന്ന ഒരു ടൈറ്റിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷനിൽ വരുന്ന ആളുകളാണ്. ഇനി അടുത്തത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ റെഗുലേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ ലൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനം. അതായത് നമുക്കറിയാമല്ലോ, നമുക്കിങ്ങനെ ചുമലയുണ്ട്, പച്ചയുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ, അങ്ങനെ 3 കളറ് ലൈറ്റുകളാണ്. അതായത് ഇങ്ങനെ 3 ഒന്നിച്ച് സിഗ്നലുകളിൽ കാണാം. അതേപോലെ തന്നെ ഈ മേളിലായിട്ട് ഓരോന്ന് മാത്രമായിട്ടും കാണാം. അങ്ങനെ ഒന്നായിട്ട് കാണുന്ന ഈ ഒരു ചുമല ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തിയാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അങ്ങനെ ഒരു സിഗ്നൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം നിർത്തി കാൽനടക്കാത്ത യാത്രക്കാർക്കും മേജർ റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകുക, എന്നിട്ട് കടന്നു പോകാം. നമുക്ക് നിർത്തി ഈ 2 സ്ഥലവും നോക്കി ക്ലിയർ ആണോ എന്ന് നോക്കണം. പക്ഷേ ഈ ഒരു സിഗ്നൽ മാറത്തില്ല, എപ്പോഴും ചുമല കളർ തന്നെ ആയിരിക്കും കത്തുന്നത്. ചുമല കളർ കത്തുന്ന കണ്ടാൽ നമ്മൾ മിന്നി കത്തുന്ന കണ്ടാൽ നമ്മൾ നിർത്തുക, സേഫ് ആണോ എന്ന് നോക്കുക, പോകുക. പിന്നെ കളറൊന്നും മാറത്തില്ല, നമുക്ക് നേരെ വിട്ടു പോകാം. പക്ഷേ നിർത്തി ഈ ഒരു സംഭവം നോക്കണം. അതും നമ്മുടെ റെഗുലേഷൻ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സൈറനോ ഫ്ലാഷ് ലൈറ്റോ പ്രവർത്തിച്ച് നിൽക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകലം. അതായത് നമ്മുടെ എമർജൻസി വാഹനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, അതേപോലെയുള്ള ആംബുലൻസ്, അതേപോലെയുള്ള എമർജൻസി വാഹനങ്ങളിൽ നിന്നും പാലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്നാണ്, ചുരുങ്ങിയ അകലം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 50 മീറ്ററാണ്. 2 സിലബസിലും, പുതിയ സിലബസിലും പഴയ സിലബസിലുമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് പുതിയ സിലബസും തന്നെ കൂട്ടാം. ഇനി അടുത്തത് ഫോഗ് ലൈറ്റ്. നമുക്കറിയാം അല്ലേ, മഞ്ഞുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഫോഗ് ലാമ്പ് എന്നൊക്കെ പറയും. ഫോഗ് ലാമ്പ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം. ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ചെയ്യേണ്ടതാണോ ചെയ്യരുതാത്തതാണോ എന്ന് ഉള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ചെയ്യരുതാത്ത കാര്യം എന്താണ്? ഫോഗ് ലാമ്പ് പ്രവർത്തിച്ച് ഓടിക്കുന്ന എപ്പോഴാണ്? നമ്മൾ മഞ്ഞുള്ള ഫ്രണ്ടിലത്തെ റോഡ് കൃത്യമല്ലായി കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വേഗത കുറച്ച് ഓടിക്കണം, അത് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ ഇനി അടുത്തത്, ഫോഗ് ലാമ്പും പാർക്ക് ലൈറ്റും ഓൺ ചെയ്യണം, അതും ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഡീഫ്രോസ്റ്റർ, വിൻസ്ക്രീൻ വൈപ്പറും പ്രവർത്തിക്കണം. അതായത് ഡീഫ്രോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു AC വഴി നമ്മുടെ ഈ ഒരു ചില്ലിനകത്ത് വരുന്ന മിസ്റ്റ് കളയുന്ന ഒരു പരിപാടിയാണ് ഡീഫ്രീസിങ് അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റർ എന്ന് പറയുന്നത്. അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിലിടണം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോഗ് ലൈറ്റ് ഇടുന്നുണ്ട്, അത് കൂടാതെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലിടണം എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്, അത് ചെയ്യരുതാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ഹസാർഡ്ലെസ് ലൈറ്റ് പ്രകാശമില്ലാത്തടത്ത് ഇടുന്നിടത്ത് കുഴപ്പമില്ല. ഹസാർഡ് ലൈറ്റ് പാർക്ക് ലൈറ്റും ഓണാക്കുന്നതിന് കുഴപ്പമില്ല. ഹെഡ്ലൈറ്റും നമ്മുടെ നോർമൽ ബീമിൽ, അതായത് ഡിമ്മായിട്ട് ഓൺ ചെയ്യാം, പക്ഷേ അത് ഹൈ ബീമിൽ ഇടരുത്. നമ്മൾ ഓൾറെഡി ഫോഗ് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ നമുക്ക് ഈ ഒരു ഇതും വാഹനത്തിൻ്റെ റെഗുലേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത് നമ്മുടെ പുതിയ സിലബസിൽ വരുന്നതാണ് ഹിൽ ഡ്രൈവിംഗ്. നമുക്കൊരു സിലബസിൽ പറയുന്ന ഒരു ഭാഗമാണ്, പുതിയ സിലബസിൽ പറയുന്നതാണ്. ഹിൽ ഡ്രൈവിങ്ങിൽ ചെയ്യരുതാത്ത കാര്യമേത്? ഹിൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കയറ്റം കയറി മേളിലോട്ട് പോവുകയാണ്, അതാണ് ഹിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറങ്ങി താഴോട്ട് വരുന്നതും ഹിൽ ഡ്രൈവിംഗ് എന്ന രീതിയിൽ വരും. അപ്പം ഹിൽ ഡ്രൈവിങ്ങിൽ ചെയ്യരുതാത്ത കാര്യം, കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. എപ്പോഴും അറിയാമല്ലോ, ഹിൽ ഡ്രൈവിങ്ങിൽ ഒരു വാഹനം മുകളിലോട്ട് വരുന്നു, ഒരു വാഹനം താഴോട്ട് വരുന്നു. എപ്പോഴും മുൻഗണന താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന വാഹനങ്ങൾക്കായിരിക്കും. 2, വളവുകളിൽ ഓവർടേക്ക് ചെയ്യരുത്. അതും ശരിയായ കാര്യം അല്ലേ? വളവുകളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അത് കയറ്റത്തിലാണെങ്കിലും പാടില്ല, അല്ലെങ്കിലാണെങ്കിലും വളവുകളിൽ ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടില്ല. വളവുകളിൽ ഹോൺ മുഴക്കണം, അതും ചെയ്യാവുന്ന കാര്യമാണ്.
വളവൊക്കെ എത്തുമ്പോഴത്തേന് നല്ല ഹിൽ ഡ്രൈവിങ്ങിൽ പ്രത്യേകിച്ച് വളവുകളൊക്കെ നല്ല ബെൻഡ് വളവുകളായിരിക്കും. അപ്പോൾ അവിടെ ഹോൺ മുഴക്കാം. ഇറക്കം ഇറങ്ങി വരുമ്പോൾ വാഹനം ന്യൂട്രൽ ഓടിക്കുക. അത് ചെയ്യാവോ? ഇല്ല. ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഏത് ഗിയറിലാണ് വാഹനം ഓടിക്കേണ്ടത്? നമ്മൾ കയറ്റം കയറാൻ ഏത് ഗിയർ ഉപയോഗിച്ചോ ആ ഗിയറിൽ തന്നെയാണ് ഈ ഒരു ഇറക്കം ഇറങ്ങി വരേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? അങ്ങനെ ഈ ഒരു ആ ഒരു ഗിയറിൽ ഇടുന്നതിൻ്റെ കാര്യം നമുക്കത് സ്പെഷ്യലായിട്ട് പഠിക്കാനുണ്ട്. എൻജിൻ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ചെയ്യാതെ ന്യൂട്രലിലിട്ട് ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഡിസ്ക് ചൂടാകുകയും ബ്രേക്ക് നഷ്ടപ്പെടുകയും കുറേ നേരത്തേക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇറക്കി വരുമ്പോൾ നമ്മൾ ഏത് ഗിയറിലാണോ ആ കയറ്റം കയറിയത് ആ ഗിയറിൽ തന്നെ വാഹനം ഓടിക്കുക. ഇനി അടുത്തത് MSM നമുക്ക് പുതിയ സിലബസിലുള്ളതാണ്. പഴയ സിലബസിൽ ഈ ഒരു സംഭവം ഒന്നും ചോദിക്കാത്തതാണ്. ഇത് പുതിയ സിലബസിൽ നിന്നുള്ള എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. MSM എന്തിനെയാണ് ചോദിക്കുന്നത്? നമുക്ക് 2 സംഭവം പഠിക്കാനുണ്ട്. ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി യൂട്യൂബിൽ വീഡിയോ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. MSM-ഉം PSL-ഉം MSM PSL ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. MSM എന്ന് വെച്ചാൽ മിറർ, കണ്ണാടി. സിഗ്നൽ, നമ്മൾ കൈവച്ച് കാണിക്കുന്ന സിഗ്നലുകൾ. പിന്നെ മാനുവർ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, അതിനെയാണ് മിറർ, സിഗ്നൽ, മാനുവർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ കണ്ണാടി, സിഗ്നൽ, വിദഗ്ധമായ നടപടി, ഇതാണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് പുതിയ സിലബസിൽ, പഴയ സിലബസിൽ ചോദിക്കാറുണ്ട്. പക്ഷേ പഴയ സിലബസിൽ ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് ചോദിക്കാറുണ്ടെങ്കിലും അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. കൃത്യമായിട്ടൊരു പല ആൻസർ ഷീറ്റ് വരുമ്പോഴത്തേന് ആൻസർ കീ വരുമ്പോഴും പല രീതിക്കുള്ള ആൻസറുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗതയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെയുള്ള ഇതിൽ ഡിലീറ്റ് ആയി പോകാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ഏത് വേഗതയാണ്, ഏത് ഇതാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഓരോ വാഹനങ്ങളുടെ വേഗതയും പുതിയ സിലബസിൽ ഓരോ വാഹനങ്ങളുടെ വേഗതയും ഓരോ റോട്ടിൽ കൂടെയുള്ള വേഗത ടേബിൾ തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചാൽ 1-2 മാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമുകളിൽ കിട്ടാവുന്നതാണ്. അത് +2 ലെവൽ പരീക്ഷകളാണെങ്കിലും ഇതേപോലെ 10th ലെവൽ പരീക്ഷകളാണെങ്കിലും ഇനി ഈ വേഗതയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിക്കാം, വരാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അത് പഠിച്ചാൽ ആ ഒരു മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഇവിടെ ചോദിക്കുന്നത് കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള, അതായത് സ്റ്റേറ്റ് റോഡിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ്? അത് 60 കിലോമീറ്ററാണ്. 60 കിലോമീറ്റർ എല്ലാ ഏറ്റവും മാക്സിമം മോട്ടോർ സൈക്കിളുകൾക്ക് കേരളത്തിലെ റോഡിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് 60 കിലോമീറ്റർ വേഗതയാണ്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം 25 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 25 ക്വസ്റ്റ്യൻസിൽ 90% കൂടുതൽ ക്വസ്റ്റ്യൻസും പുതിയ സിലബസിൽ നിന്നാണ്. ഇപ്പം ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല, അതും നമ്മുടെ പുതിയ സിലബസിൽ തന്നെയാണ്. ഇപ്പം വീഡിയോ ഒത്തിരി ലെങ്ത് ആയി. ഇതിപ്പം ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാകുക. അതായത് ഇനി പഠിക്കുന്നവരും പഴയ പാറ്റേൺ ഫോളോ ചെയ്യാതിരിക്കും. ഇപ്പം നിലവിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് പഴയ സിലബസിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതും എൻജിൻ പാർട്ടിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മെയിനായിട്ട് അതിൻ്റെ ഏറ്റവും അടുത്ത് നടന്ന പരീക്ഷകളെ ഒന്ന് വിശകലനം ചെയ്യും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് മുന്നേ ഉള്ള എല്ലാ പരീക്ഷകളിലും പഴയ സിലബസ് അനുസരിച്ച് തന്നെയാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സിലബസിലോട്ട് ഈ ഒരു പരീക്ഷ വന്നപ്പോൾ തന്നെ അതിന് മുന്നേ ഫയർമാന്, പോലീസിനൊക്കെ വേണ്ടിയിട്ടുള്ള സിലബസ് ഇറങ്ങി. അത് കഴിഞ്ഞപ്പം തൊട്ട് ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഇങ്ങനെ തന്നെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അപ്പം പഴയ രീതിയിൽ പഠിച്ചു വെച്ചവരുണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പുതിയ സിലബസിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 80ൻ്റെ മുകളിലാണ് കട്ട് ഓഫ്. ഇപ്പം കേരള ബാങ്ക് ഡ്രൈവർ വന്നപ്പോഴത്തേന് ഏകദേശം മനസ്സിലായല്ലോ ആ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 80 സംതിങ് അല്ല 82 ഏതാണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഇപ്പം +2 ലെവലിൽ വന്ന പോലീസ് ഡ്രൈവർ അത്രയും അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമായിരുന്നു. ആ എക്സാമിന് 55 കട്ട് ഓഫ് വന്നു. ഫയർമാനും ഏകദേശം 57 റേഞ്ചിൽ കട്ട് ഓഫ് വന്നു. അപ്പോൾ ഈ ഒരു LGS ലെവലിൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ലെവലിൽ വരുന്ന ഈ ഒരു നമ്മുടെ എക്സാമുകൾക്ക് 80+ കട്ട് ഓഫ് എന്നൊരു രീതി വെച്ച് പഠിച്ചാൽ മതി. കാരണം ഷോർട്ട് ലിസ്റ്റിലൊക്കെ ആളുകൾ വളരെ കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു 80ൻ്റെ മേളിലൊരു മാർക്ക് മേടിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ കുറവായതുകൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഇപ്പം നമുക്ക് നവംബർ വരെയുള്ള കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തൊന്നും എക്സാമിൻ്റെ ഡേറ്റ് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി സമയമുണ്ട്. അപ്പോൾ ഈ ഒരു
സംഭവം ഈ ഒരു ചെറിയ എക്സാം നമ്മൾ +2 ലെവൽ പോലെയല്ല. +2 ലെവലിൽ ഒത്തിരി പഠിക്കാനുണ്ടല്ലേ, ഈ പറഞ്ഞ ഭരണഘടനയാണെങ്കിലും എല്ലാം ഒത്തിരി വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സിലബസാണ്. അപ്പോൾ ആദ്യം തുടക്കക്കാരാണെങ്കിലും പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ ഫയർമാൻ, പോലീസ് ഡ്രൈവറിൻ്റെയൊക്കെ ക്ലാസ്സസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം കൂടിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ പഠിച്ച് ഇപ്പം ഉള്ള കട്ട് ഓഫ് 60+ എന്നുള്ളൊരു രീതിയിലോട്ട് മാറുമ്പം നമ്മളും അതിനനുസരിച്ച് മാറാനായിട്ട് സാധിക്കുമെന്ന് ഉള്ള ഒരു കൺസെപ്റ്റിലാണ് ക്ലാസ്സസ് നേരത്തെ തുടങ്ങുന്നത്. അതും വളരെ ചുരുങ്ങിയ റേറ്റിലാണ് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക. അത് ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സാപ്പിലോട്ട് വരും. മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അപ്പം ഇനി അടുത്ത വീഡിയോയിലേക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇത്ര ഇട്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അനലൈസിസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ബാക്കിയും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇതൊന്നും ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ.